എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഈഗിൾ ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന പോലെ GTA 5 റോൾ പ്ലേ ഒക്കെ കളിക്കാൻ ആഗ്രഹമുള്ളവരാണ് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഡിവൈസ് ഒന്നുമില്ലേ? പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് ഫോണിൽ തന്നെ കളിക്കാൻ പറ്റുന്നതാണ്. പ്ലേ സ്റ്റോർ എടുത്തിട്ട് സാംബു മൊബൈൽ എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന ആ ആപ്ലിക്കേഷൻ അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യുക. 17 MB ഉള്ളൂ. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ആപ്പ് ഓപ്പൺ ചെയ്യുക. അന്നേരം ഇവിടെ ഇൻസ്റ്റാൾ ആക്ച്വൽ വെർഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നതിൻ്റെ അവിടെ നിങ്ങൾക്ക് പുതിയതായിട്ട് കയറി തുറന്നവർക്കാണ് അവിടെ ഇൻസ്റ്റാൾ സൈലൻ്റ് എന്ന് പറഞ്ഞായിരിക്കും. അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 900 MB ലൈറ്റ് വെർഷൻ വേണോ 2.3 GB ഒറിജിനൽ വെർഷൻ വേണമെന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളത് കയറ്റി കൊടുക്കുക. രണ്ടിനും ഒരേ ഇത് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അതിനുശേഷം അത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഗെയിമിൽ നിന്ന് ഇറങ്ങുക. അതിൽ നിന്ന് ഇറങ്ങുക. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഡിസ്കോഡ് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയില്ലേ. ഡിസ്കോഡിനെ കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ഇട്ടേക്കാം. ഈ ഡിസ്കോഡ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ കയറുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഡിസ്കോഡ് ചാനൽ ലിങ്ക് ഉണ്ട്. ആ ഡിസ്കോഡ് ചാനൽ ലിങ്കിൽ കയറി നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ കൂടെയൊക്കെ കളിക്കണേൽ അങ്ങനെയാണ്. അപ്പോൾ ഗൈസ് ഞാൻ കാണിച്ചു തരാം ഗൈസ് എന്നാ ചെയ്യേണ്ടതാണ്. ഗൈസ് എൻ്റെ ഇപ്പോൾ കുറേ സെർവർ ഉണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. ഇവിടെ ഇങ്ങനെ നിങ്ങൾ ആ സെർവർ കയറി വരുമ്പോഴത്തേനും ഇങ്ങനെ ബ്രൗസർ ചാനൽ റൂൾസ് വെയിറ്റിംഗ് ഓൺ എയർ 2 അങ്ങനെയൊക്കെ ആയിരിക്കും. ഇത് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ ജനറൽ ചാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ എന്താ അടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അഡ്മിൻസ് വൈറ്റ് ലിസ്റ്റ് തരുമോ എന്ന് ചോദിക്കണം. അപ്പോൾ അവർ അഡ്മിൻസ് റിപ്ലൈ തരും. അത് അവർ പറയുന്ന പോലെ ചെയ്താൽ മതി. പക്ഷേ ഉറപ്പായിട്ടും ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ എന്നൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഈ RP റൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ വായിച്ച് നോക്കി പഠിച്ചിട്ടേ പോകാവുള്ളൂ. കാരണം അത് അവർ ചോദിക്കും, എന്നിട്ടേ വൈറ്റ് ലിസ്റ്റിന് തരത്തുള്ളൂ നമുക്ക്. അതേപോലെ തന്നെ ഇവിടെ അതിന് ശേഷം ഇങ്ങനെ നമ്മൾ വൈറ്റ് ലിസ്റ്റൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുക. ഇവിടെ സർവർ IP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. സർവർ IP ഞാൻ നോക്കട്ടെ ഗൈസ്. സർവർ IP അല്ല, കണക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇതിനകത്ത്. ആ കണക്റ്റിൽ കൊടുക്കുക. ഇതിനകത്ത് നിൽക്കുക. അപ്പോൾ മണ്ടയിൽ കണ്ട play.apex-role-play.in 5.11.3 എന്നൊരു ഇതുണ്ടോ. ആ IP കോപ്പി ചെയ്യുക, ഇതെല്ലാം ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ കയറ്റിയ ആപ്പിൽ കയറി സർവേഴ്സിൽ കയറി ഫേവറേറ്റ്സിൽ കയറി ആഡ് സെർവർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് കയറി ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ സർവർ IP. അന്നേരം ആ സർവർ ഇവിടെ ഇങ്ങനെ വരും. അപ്പം നമ്മളിങ്ങനെ അതിനകത്ത് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് യൂസർ നെയിം ഇടാൻ വരും. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, അഭിജിത്ത് 123 അങ്ങനെ ഒന്ന് അഭിജിത്ത് ഈ പേര് ഒരു ഫസ്റ്റ് നെയിം കഴിഞ്ഞ് സ്ലാഷ് ഇട്ടിട്ട് വേണം, അതായത് സ്ലാഷ് എന്ന് പറഞ്ഞാൽ ഈ വരി ഇട്ടിട്ട് വേണം സെക്കൻഡ് നെയിം എഴുതാൻ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഫസ്റ്റ് അക്ഷരം എപ്പോഴും ക്യാപിറ്റലായിരിക്കണം. അത് കഴിഞ്ഞ് ഈ വര കഴിഞ്ഞുള്ള അക്ഷരവും ക്യാപിറ്റലായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഓക്കെ. പക്ഷെ നമ്മൾ ഈ ഒറിജിനൽ ആയിട്ടുള്ള പേരൊന്നും ഇടില്ല. അഭിജിത്ത് 123/12334 അങ്ങനെ നമ്പർ ഒന്നും ഇടില്ല.
ജിംബ്രൂട്ടൻ/മോനെ അങ്ങനെയൊക്കെ ഇടാവുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നല്ലോ. എന്നിട്ട് കയറി ഇങ്ങനെ നമ്മൾ കയറി കഴിയുമ്പോൾ ഇതിനകത്ത് കയറി കഴിയുമ്പോൾ ഒരു രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതൊക്കെ അഡ്മിൻസ് പറഞ്ഞു തന്നോളും ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.